ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു. കഴിഞ്ഞ 2 ദിവസമായി കാട്ടാന ജനവാസ മേഖലയിലുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പടയപ്പയെ പ്രകോപിപ്പിച്ച ജീപ്പ് യാത്രക്കാർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിരുന്നു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങിക്കൊണ്ട് ഈ വഴിയാത്രക്കാർക്കൊക്കെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആന തിരികെ കാട് കയറിയോ? പടയപ്പ ഇപ്പോൾ കാട് കയറിയിട്ടുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തന്നെയാണ് ഇപ്പോഴും പടയപ്പ ഉള്ളത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി മൂന്നാറിലെ ജനവാസ മേഖലകളിൽ തന്നെ ഈ പടയപ്പയുണ്ട്. പുലർച്ചെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെത്തിയ ആന റേഷൻ കട ഭാഗികമായി തകർത്തു. അരിയടക്കം അകത്താക്കി. റേഷൻ കടയുടെ മേൽക്കൂര തകർത്താണ് അരി എടുത്തത്. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയ ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ ഗ്യാപ്പ് റോഡിൽ പടയപ്പ എത്തിയത്. അതുവഴി എത്തിയ വാഹനങ്ങൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ആനയെ പ്രകോപിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ആനയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിനാധാരമായ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പടയപ്പയെ പ്രകോപിപ്പിച്ച ജീപ്പ് യാത്രക്കാർക്കെതിരെ വനം വകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്സവാഘോഷത്തിനായി ഈ ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ വട്ടക്കാട് സ്വദേശികളാണ് ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കിയത്. ഈ ജീപ്പ് ഈ ആനയ്ക്ക് നേരെ എടുക്കുകയായിരുന്നു. പലവട്ടം പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഈ നാട്ടുകാരാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് കേസെടുത്ത് അവരുടെ ജീപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുവരെ ആളുകളെ ഉപദ്രവിക്കാത്ത ഒരു ആനയാണ് പടയപ്പ. ഇടയ്ക്ക് കാടിറങ്ങും, ജനവാസ മേഖലയിൽ എത്തും, ഇത്തരത്തിൽ ഭക്ഷണമൊക്കെ അകത്താക്കി മടങ്ങും. ഇത് തന്നെയാണ് പടയപ്പയുടെ ഒരു ശൈലി. പക്ഷേ ആനയെ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്നതിനെതിരെ ഈ പ്രദേശവാസികളടക്കം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, സിജോ വർഗീസാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി റോഡുകളിലൊക്കെ ഇറങ്ങി വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആളുകൾക്ക് മറ്റുപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ആനയെ ഉപദ്രവിച്ചതിന് നേരത്തെ വനം വകുപ്പ് ചില ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അവിടെ എന്തായാലും ആന ഇപ്പോൾ കാട് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.